വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞങ്ങളിന്ന് അവതരിപ്പിക്കുന്നത്. ഈ ശബരിമല വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാകേണ്ടതുള്ളത് കൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഞാനത് പെട്ടെന്ന് ഓടിച്ച് വായിക്കാം. ശബരിമല ക്ഷേത്രത്തിൽ 365 ദിവസവും ദർശനവും സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി SNDP. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷത്തിൻ്റെ 365 ദിവസവും അമ്പലം തുറക്കുകയും എല്ലാ സ്ത്രീകൾക്കും ദർശനം അനുവദിക്കുകയും ചെയ്യണമെന്ന് സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി SNDP സംസ്ഥാന കൗൺസിൽ യോഗം കേരള സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും ആവശ്യപ്പെട്ടതായി സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി ഭാരവാഹികൾ പത്രസമ്മേളനത്തെ അറിയിച്ചു. അവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും മരണം സംഭവിക്കാതിരുന്നത് മഹാഭാഗ്യമായി കരുതി ഈ തിക്കും തിരക്കും ഒഴിവാക്കുവാൻ വർഷം മുഴുവനും അമ്പലം തുറന്ന് പ്രവർത്തിക്കേണ്ടതാണെന്നും സുപ്രീം കോടതി വിധി പ്രകാരം എല്ലാ സ്ത്രീകൾക്കും പ്രായഭേദമന്യേ ശബരിമലയിൽ ദർശനം അനുവദിക്കേണ്ടതാണെന്നും സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. അയ്യപ്പ ഭഗവാൻ ചെറുപ്പകാലത്ത് കളരി പഠിക്കാൻ പോയ മുഹമ്മയിലെ മുൻ MP സുശീല ഗോപാലിൻ്റെ പഴയ തറവാട് വീടായ ചീരപ്പഞ്ചിറ ഭവനത്തിലെ 17 വയസ്സുകാരി കല്ലു എന്ന ഓമനപ്പേരിൽ വിളിച്ചിരുന്ന കല്യാണി എന്ന പെൺകുട്ടിയാണ് ശബരിമല ക്ഷേത്രത്തിൽ ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് താഴെ ഭാഗത്ത് ഇടതുവശത്ത് മാളികപ്പുറത്തമ്മയായി ഇരുത്തി അയ്യപ്പന്മാർ ഭജിക്കുന്നത്. ചീരപ്പഞ്ചിറ ഭവനക്കാർക്ക് ഇതിൻ്റെ പേരിൽ ഇക്കാലം അത്രയും ശബരിമലയിലെ വെടിവഴിപാടിൻ്റെ അവകാശവും ലഭിച്ചിരുന്നു. മാളികപ്പുറത്തമ്മ എന്ന ഈ 17 വയസ്സുകാരിക്ക് അയ്യപ്പ ഭഗവാന്റെ തൊട്ടരികിൽ എന്നും ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രായഭേദമന്യേ ദർശനം നൽകാൻ പാടില്ലാത്തത്? എല്ലാ സ്ത്രീകൾക്കും ദർശനം നൽകിയാൽ ഒരു ആചാര ലംഘനവും ഒരിക്കലും ശബരിമലയിൽ ഉണ്ടാവില്ലത്രേ. പണ്ട് രാജഭരണകാലത്ത് ഇവിടുത്തെ സവർണ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അയിത്തജാതിക്കാർ എന്ന് മുദ്രയടിച്ച് അമ്പലപ്രവേശനം നിഷേധിച്ചിരുന്ന മഹാഭൂരിപക്ഷക്കാരായ ഈഴവനും പുലയനും പറയനും കുറവനും വിശ്വകർമ്മജനും നാടാർക്കും തണ്ടാനും ഗണകനും എല്ലാം മഹാനായ ശ്രീകേശവൻ്റെ സംയുക്ത രാഷ്ട്രീയ സഭ എന്ന മഹത്തായ സംഘടനയുടെ നേതൃത്വത്തിൽ 1932 മുതൽ നടത്തിയ നിവർത്തന പ്രക്ഷോഭണത്തിൻ്റെ ഫലമായി 1936 നവംബർ 12 രാജഭരണകൂടത്തിന് ഗത്യന്തരമില്ലാതെ എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കേണ്ടതായി വന്നു. അന്ന് കൂട്ടത്തോടെ ഈ മഹാഭൂരിപക്ഷ ജനത അമ്പലങ്ങളിൽ പ്രവേശിച്ചപ്പോൾ ഒരു ആചാര ലംഘനവും അനുഭവപ്പെട്ടിരുന്നില്ല. ഒരു ദൈവവും അമ്പലങ്ങളിൽ നിന്നും ആചാര ലംഘനത്തിൻ്റെ പേരിൽ ഓടിപ്പോയതുമില്ല. അന്ന് അമ്പലങ്ങളെല്ലാം പ്രകാശപൂരിതവും വരുമാന സമ്പുഷ്ടവുമാവുകയാണ് ഉണ്ടായത്. പിന്നീട് പലപ്പോഴും ഈ ഒരുപാട് ആചാരങ്ങൾ മാറിയിട്ടുള്ളപ്പോഴൊന്നും ഈ ആകാശം ഇടിഞ്ഞു വീണിട്ടില്ലത്രേ. ആയതിനാൽ ശബരിമലയിൽ 365 ദിവസത്തെ ദർശന കാര്യത്തിലും എല്ലാ സ്ത്രീകളുടെയും പ്രവേശന കാര്യത്തിലും ആചാരമാറ്റം ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു. പലരും ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്നു. അവരൊക്കെ വളരെ വിഷമിച്ചാണ് തിരിച്ചു പോകുന്നത്. എൻ്റെ ആവശ്യം എന്താണ്? അമ്പലങ്ങളിൽ 365 ദിവസം അമ്പലത്തിൽ പ്രവേശനം കൊടുത്തൂടെ? എന്തിനീ തെക്കും തിരക്കും ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ കാര്യം ആചാര ലംഘനം ഈ തന്ത്രിമാർ പറയുന്നതാണോ ശരി? അത് ദേവസ്വം ബോർഡും സർക്കാരും ഒരു തീരുമാനമെടുക്കണം, തൻ്റെ ഇടമായി തീരുമാനമെടുക്കണം. സുപ്രീം കോടതി വിധി പറഞ്ഞു എല്ലാ സ്ത്രീകളെയും കയറ്റാമെന്ന്. അപ്പോൾ അവിടെ കൈകൊട്ടി ഭജന നടത്തിയപ്പോൾ സർക്കാർ അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. അത് വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ഇനിയും അത് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. കാര്യം അവിടെ ഈ 17 വയസ്സുകാരിയായ അവിടെ നമ്മുടെ അപ്പുറത്തിരിക്കുക. ഇപ്പോൾ പെണ്ണുങ്ങൾ പോകത്തില്ല എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? പെണ്ണുങ്ങൾ അവിടെ കയറ്റാൻ പാടില്ലെന്ന് അത് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? 17 വയസ്സുകാരി അന്ന് മുതലിരിക്കുക. കല്യാണി ചീരപ്പഞ്ചിറയില നമ്മുടെ സുശീല ഗോപാലിൻ്റെ തറവാട്ട് വീട്ടിൽ പഴയ കളരി പഠിക്കാൻ പോയപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന ഇതൊക്കെ സത്യങ്ങളാണെങ്കിൽ ഇത് അനുവദിച്ചൂടെ? ശബരിമല നമ്മുടെ ഈ സ്ത്രീകളെല്ലാം ഭയപ്പെടുത്തി വെച്ചിരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോ സംഭവിച്ചു പോകുന്ന. അവിടെ പണ്ട് കാടായിരുന്നു, വന്യമൃഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ശബരിമലയുടെ സ്ഥിതിയൊക്കെ മാറി. ഇഷ്ടംപോലെ യാത്ര ചെയ്യാൻ അവിടെ കാടൊന്നും ഇല്ല ഇപ്പോൾ വലുതായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഇഷ്ടംപോലെ സ്ത്രീകൾക്ക് എല്ലാ ദിവസവും 365 ദിവസവും ഈ ദർശനം അനുവദിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും ദർശനം നടത്താൻ കഴിയും. ഇതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണം. ശാശ്വതികാനന്ദ സ്വാമി എന്ന് പറഞ്ഞ ശിവഗിരി മഠത്തിലെ പ്രഗത്ഭനായ സന്യാസി വര്യനെ തീരത്ത് വെള്ളത്തിനടിയിൽ വെച്ച് വെടിവെച്ച് കൊന്നു. 2002 ജൂലൈ മാസം 1-ാം തീയതി. എന്നിട്ട് അതിനെ സംബന്ധിച്ച് 4 തിരുവോണം നാട്ടിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരം കിടന്നവനാണ് ഈ സുവർണകുമാർ. അതിന് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിരന്തരമായി പെറ്റീഷൻ കൊടുക്കുകയും ഞങ്ങൾ സംഘടനാപരമായി കൊടുക്കുകയും ചെയ്തു.
ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 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 6 മാസത്തിന് മുമ്പ് ഞാനൊരു പെറ്റീഷൻ കൊടുത്തപ്പോൾ പറയുക അതിൻ്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷം എത്രയായി? വെടിവെച്ചാണ് വന്നത്. അതിന് തെളിവുകളുണ്ട്. ഞാൻ അതെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. സ്വാമിയെ വെടിവെച്ച് കൊന്ന് സ്വാമിയുടെ ചെവിയുടെ വലത് ചെവിയുടെ മുകളിൽ ഒരു സെൻറ്റിമീറ്റർ വൃത്തത്തിലുള്ള ദ്വാരം ഉണ്ടായിരുന്നു. അതിന് വെള്ളവും രക്തവും കൂടെ ഈ സമാധി ഇരുത്തുന്നവരെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തുടച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസി. ഞങ്ങൾ അന്നേ അത് പ്രഖ്യാപിച്ചതാണ്. അതിന് ഒരുപാട് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന 4 തിരുവോണം നാളിൽ നിരാഹാരം കിടന്നവനാണ്. അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നുവരെ നടന്നിട്ടില്ല. അത് CBI അന്വേഷിക്കണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിരാഹാരം കിടന്നത്. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അന്വേഷണം നടക്കുന്നുവെന്നാണ് ഈ 6 മാസത്തിന് മുമ്പും എനിക്ക് സർക്കാരിൽ നിന്ന മറുപടി. ഏത് സർക്കാർ വന്നാലും അതിനെപ്പറ്റി അന്വേഷിക്കത്തില്ല.